എല്ലാവർക്കും നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തുകൊണ്ടാണ് 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്ന തെളിവുകൾ? എന്തുകൊണ്ടാണ് അതൊന്നും തന്നെ കോടതി പരിഗണിക്കുന്ന തെളിവുകളാകാതെ മാറിയത് എന്നതിനെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയോടുകൂടി ഇതിലെ ഗൂഢാലോചനാവാദം പൂർത്തിയാവുകയാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഗൂഢാലോചന നടന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേതാണ് തൊടുപുഴ ശാന്തിഗിരി കോളേജിൽ നടന്നിരുന്ന ഗൂഢാലോചന. എനിക്ക് ഈ കേസിലുള്ള ഒരേ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് പണ്ട് പറഞ്ഞതുപോലെ പ്രോ ലീഗാലിറ്റി ആംഗിൾ മാത്രമാണ്. അതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളോ അവരുടെ പ്രൈവസിയോ ഒന്നും തന്നെ ഞാൻ ചർച്ചാ വിഷയമാക്കാറില്ല. ഞാനിതിലാകെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദിലീപ് ഈ കേസിലേക്ക് വരുന്നത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന തെളിവുകൾ, എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതൊക്കെ സ്ഥാപിക്കുന്നതിന് കോടതിയിൽ പരാജയപ്പെട്ടത് എന്നീ പോയിന്റുകളെക്കുറിച്ച് മാത്രമാണ്. അതിനുവേണ്ടി ഒരു തരത്തിലുള്ള ഒറിജിനൽ തോട്ടും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. കോടതിയുടെ വിധിയെ വ്യാഖ്യാനിച്ച് പറയുക മാത്രമാണ്. അതിൽ അസ്വസ്ഥരായിരിക്കുന്ന ഒരുപറ്റം സുഹൃത്തുക്കളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം കോടതി വിധിയെ വ്യാഖ്യാനിക്കുക, വിശദീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗലി പെർമിസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു തരത്തിലും കോടതിയെ ലക്ഷ്യമല്ല. മറിച്ച് എന്നെ എതിർക്കുന്ന പല ആൾക്കാരും ചെയ്യുന്ന, കോടതി സംവിധാനത്തിനെ വിമർശിക്കുന്ന, ഇന്ത്യയിലെ കോടതികളെ ഒന്നാകെ വിമർശിക്കുന്ന, ജഡ്ജിമാരെ കുറ്റം പറയുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അഥവാ കോടതി അലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഞാൻ ഈ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. അത് അയോധ്യ വിധിയുടെ കാര്യത്തിലാണെങ്കിലും ഈ നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്ന കേസിലാണെങ്കിലും സ്വകാര്യതയെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും നിയമപരമായി അഡ്മിസിബിളാണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിജീവിതയെക്കുറിച്ചോ ഇതിലെ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചോ ഒരു തരത്തിലുള്ള പരാമർശവും എൻ്റെ ഒരൊറ്റ വീഡിയോയിലും ഉണ്ടാവുന്നതല്ല എന്നുള്ളതും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇത്തവണ ഇതിലെ അവസാനത്തെ ഗൂഢാലോചനാ സ്ഥലം അത് ശാന്തിഗിരി കോളേജാണ്, തൊടുപുഴ. എന്തൊക്കെയായിരുന്നു പോലീസിൻ്റെ വാദങ്ങൾ എന്നുള്ളത് നോക്കാം. 2016 നവംബർ മാസം 14-ാം തീയതി തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിൽ ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 8ാം പ്രതിയായ നടൻ ദിലീപും 1ാം പ്രതിയായ പൾസർ സുനിയും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ഇത് ഈ കോളേജിൻ്റെ ഒരു ഭാഗത്താണ്. അവിടെ ഒരു ചടങ്ങും മറ്റും നടക്കുന്നുണ്ട്. അതിനടുത്തുള്ള ഒരു റൂമിൽ വെച്ചാണ് ഈ രഹസ്യമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത്. ഈ രണ്ടാൾക്കാരുടെയും സാന്നിധ്യം അന്നവിടെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന CDR അഥവാ മൊബൈൽ ഡേറ്റ റെക്കോർഡുകൾ, മൊബൈൽ ടവർ ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ അവർ BSNL നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ദിലീപിനെ അവിടെ കൊണ്ടുപോയി വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മഹസർ റിപ്പോർട്ടും തയ്യാറാക്കി കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തമ്മിൽ മീറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം, ആ മുറി ഏതാണ് എന്ന് ദിലീപ് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ മഹസറിന്, ദിലീപ് അതുവഴി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിന് ഒക്കെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. എന്നാൽ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ ദിലീപിൻ്റെ ഡിഫൻസ് വക്കീൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കോടതി അത് കാര്യമായിട്ട് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു മഹസർ തയ്യാറാക്കുന്ന സമയത്ത് ആ മഹസറിന് 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. സ്വതന്ത്രരായിട്ടുള്ള 2 സാക്ഷികൾ. തന്നെയുമല്ല, ആ 2 സാക്ഷികളെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കുകയും വേണം. ഇവിടെ 2 സാക്ഷികളായിട്ട് ആൾക്കാരെ അവിടെ ചേർത്ത് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷികളെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ എന്തോ വിചിത്രമായ കാരണത്താൽ പ്രോസിക്യൂഷൻ എത്തിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ അവരെ ഒഴിവാക്കി എന്നാണ് കോടതിയുടെ ഉത്തരവിൽ കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നറിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അങ്ങനെ 2 സാക്ഷികൾ ഉണ്ടാവുകയും അവർ ഇൻഡിപെൻഡൻ്റ് ആവുകയും അവരെ നിശ്ചയമായും കോടതി മുറിയിൽ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ടതുമാണ്. അവിടെ തന്നെ പോലീസിന് ഈ മഹസറിലുള്ള എവിഡൻഷ്യറി വാല്യൂ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഒരു തമാശ, നമ്മൾ നേരത്തെ ഈ ടെന്നീസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഗൂഢാലോചന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ട്സ്മാൻ ഉണ്ട്. ആ ഗ്രൗണ്ട്സ്മാൻ്റെ ഒരു മൊബൈൽ നമ്പർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തൊടുപുഴ ശാന്തിഗിരി കോളേജിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു സാക്ഷിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതേ മൊബൈൽ നമ്പർ തന്നെയാണ്. എങ്ങനെയാണ് 2 സ്ഥലങ്ങളിലുള്ള 2 വ്യത്യസ്തരായിട്ടുള്ള സാക്ഷികളുടെ മൊബൈൽ നമ്പർ ഒന്ന് തന്നെ ആകുന്നത് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉയർത്തപ്പെട്ടു. ഇനി അവിടുത്തെ തെളിവെടുപ്പ് മഹസറിൽ എഴുതിയിരിക്കുന്നത് ദിലീപ് തന്നെ ഈ തൊടുപുഴ ശാന്തിഗിരി കോളേജിലേക്ക് കൊണ്ടുപോയാൽ തന്നെ കോളേജും അവിടെ ഈ മീറ്റിംഗ് നടന്നിരിക്കുന്ന റൂമും എല്ലാം തന്നെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ അവിടെ കൊണ്ടുപോകുന്നു. ദിലീപ് ഈ അന്വേഷണ സംഘത്തിനെ നയിച്ചുകൊണ്ട് മുന്നിൽ നടന്ന് അദ്ദേഹം അവിടെ ചെന്ന് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അന്വേഷണ സംഘത്തിനെ കാണിക്കുന്നു എന്നാണ് ഇവരിതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇതിലും ഒരു പ്രശ്നമുണ്ട്. സത്യത്തിൽ തെളിവെടുപ്പ് അങ്ങനെയാണ് നടക്കേണ്ടത്.
ഈ പ്രതി ആരാണോ ആ പ്രതി തന്നെയാണ് കൊണ്ടുപോയി ഗൂഢാലോചന നടന്നിരിക്കുന്ന സ്ഥലം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ സത്യത്തിൽ ദിലീപിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. മഹസറിൽ എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അതല്ല സത്യത്തിൽ അന്ന് അവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്, മാധ്യമങ്ങൾ കാണിച്ചിരിക്കുന്ന ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. ദിലീപിൻ്റെ ഭാഗത്തുള്ള അഭിഭാഷകൻ ഈ ന്യൂസ് റിപ്പോർട്ടുകളും അതേപോലെ തന്നെ കൈരളി ടിവിയുടെയും മനോരമ ന്യൂസിൻ്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കി. അതിൽ കാണിച്ചിരിക്കുന്നതനുസരിച്ച് ശാന്തിഗിരി കോളേജിലേക്ക് പോലീസ് വാഹനത്തിൽ ദിലീപിനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വലിയ ബഹളവും തിരക്കും ഒക്കെ ആയതുകൊണ്ട് അതിൽ നിന്ന് ദിലീപിനെ ഇറങ്ങാൻ പോലും അവരനുവദിക്കുന്നില്ല. പകരം അദ്ദേഹം ഈ തെളിവെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം ഈ ജീപ്പിൽ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ തെളിവെടുപ്പിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും ശാന്തിഗിരി കോളേജിൽ പോലീസിൻ്റെ ജീപ്പിലിരിക്കുന്ന ദിലീപ് എങ്ങനെയാണ് ഈ മഹസറിൽ പറയുന്നതനുസരിച്ച് മുന്നിൽ നടന്ന് അന്വേഷണ സംഘത്തിനെ നയിച്ച് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് കുറ്റസമ്മതം നടത്തുന്നത്, എങ്ങനെയാണ് ഈ സ്പെസിഫിക് പോയിന്റിൽ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഗൂഢാലോചന നടത്തിയത് എന്നത് പറയുന്നത്. ഈ കാര്യത്തിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയമാണ്. ഇനി രണ്ടാമത് പരിഗണിക്കേണ്ടത് പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന ദിലീപിൻ്റെ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് അത് ആധികാരികമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇവിടെ പോലീസ് ഒരു സ്ഥലത്ത് പോയി തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് അവർക്ക് പുതുതായിട്ടുള്ള ഒരു വിവരം കിട്ടണം. പക്ഷേ ഇവിടെ അങ്ങനെ പുതുതായിട്ടുള്ള ഒരു വിവരം അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം 2017 മെയ് മാസം 23 പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പൾസർ സുനിയാണ് പറയുന്നത്, ഈ സിനിമയുടെ ലൊക്കേഷനിൽ ശാന്തിഗിരി കോളേജിൽ വെച്ച് ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ 2017 മെയ് മാസം അവസാനത്തെ ആഴ്ച പോലീസിന് ഇതിനെക്കുറിച്ച് അറിയാം. പിന്നീട് 1.5 മാസം കഴിഞ്ഞ് 2017 ജൂലൈ മാസം 10 ദിലീപ് അറസ്റ്റിലാകുന്നത്. അതായത് ദിലീപ് അറസ്റ്റിലാകുന്നതിനും 1.5 മാസം മുമ്പ് തന്നെ ഈ ശാന്തിഗിരി കോളേജിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു കാര്യം പൾസർ സുനിയിൽ നിന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഒരു പ്രതി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുതുതായിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ വാല്യൂ ഇല്ല. കാരണം ആ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥന് മറ്റൊരാളിൽ നിന്ന് നേരത്തെ തന്നെ അറിയുന്നതാണ്. അതായത് 2017 മെയ് മാസത്തിൽ പോലീസിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഡിസ്ക്ലോഷർ 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നാൽ അത് വരുന്നത് മറ്റൊരാളിൽ നിന്നാണ് എങ്കിൽ പോലും അത് പുതിയൊരു ഡിസ്ക്ലോഷറായിട്ട് പരിഗണിക്കാനേ കഴിയില്ല. കാരണം ആ കാര്യത്തിനെക്കുറിച്ച് പോലീസിന് ഓൾറെഡി അറിവുണ്ട്. ആ സമയത്ത് ഈ കോളേജിൽ ആരായിരുന്നു പ്രിൻസിപ്പൽ എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെയോ മറ്റേതെങ്കിലും സ്റ്റാഫിനെയോ മറ്റുള്ളവരെയോ വിദ്യാർത്ഥികളെയോ ഒന്നും തന്നെ ചോദ്യം ചെയ്യുന്നതിന് അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനൊന്നും തന്നെ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വീഴ്ചയാണ്. ഇതിൻ്റെ ഒരു തമാശ കോടതി വിധിയിൽ പറയുന്നത് PW 261 ബൈജു പൗലോസ് deposed that he could not take accused number 8 Dilip out from the vehicle as there was mob in and around the vehicle. അതായത് അദ്ദേഹത്തിനെ ജീപ്പിൽ നിന്ന് ഇറക്കി അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ച് ഈ തെളിവെടുപ്പൊക്കെ തന്നെ പൂർത്തിയാക്കി എന്ന് മഹസറിൽ എഴുതിയിട്ടുള്ളപ്പോൾ അങ്ങനെ അല്ലല്ലോ സംഭവം എന്ന് തെളിവ് സഹിതം കോടതിയിൽ ഡിഫൻസ് പറഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വാദം പൊളിയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ് ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചില്ല, കാരണം അവിടെ വലിയ ആൾക്കൂട്ടവും തിരക്കും ഒക്കെ ആയിരുന്നു എന്ന്. ഇനി ഒരു സമയത്തിൻ്റെ കണക്ക് കൂടി ഈ കോടതി വിധിയിൽ പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അന്നേ ദിവസം ഈ ശാന്തിഗിരി കോളേജിൽ വെച്ച് 3 സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എടുത്തിട്ടുണ്ട്. ഇതിന് മൊത്തത്തിൽ ഏതാണ്ട് 10-15 മിനിറ്റ് സമയമാണ് വേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൂടാതെ ഈ മഹസർ തയ്യാറാക്കുന്നതിനും മറ്റൊരു 10-15 മിനിറ്റ് കൂടി എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 25-30 മിനിറ്റ് സമയമാണ് മൊത്തത്തിൽ ഈ പ്രൊസീജിയറിന് എടുത്തത്. എന്നാൽ അന്നേ ദിവസം തന്നെയാണ് ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്ന മറ്റ് 2 സ്ഥലങ്ങളിൽ തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിലും അതേപോലെ അബാദ് പ്ലാസ ഹോട്ടലിലും അദ്ദേഹം മഹസർ നടപടികൾ പൂർത്തിയാക്കിയത്. ഇതിൽ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ മഹസർ പൂർത്തിയാക്കുന്നത് വൈകുന്നേരം 6:30 12/7/2017. ഇതിൻ്റെ തമാശ, ശാന്തിഗിരി കോളേജ് തൊടുപുഴയിലാണ്, സ്വിഫ്റ്റ് ജംഗ്ഷൻ തോപ്പുംപടിയിലാണ്. ഇതിൽ വാർത്തകളിൽ നിന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് ശാന്തിഗിരി കോളേജിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് പോലീസുകാർ പോയി എന്നാണ്. അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് പറയുന്നത് മൊത്തത്തിൽ ഏതാണ്ട് 25-30 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഈ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകളും മഹസറും എല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന്. എന്നാൽ ഈ 2 വാർത്തകളുടെ ക്ലിപ്പുകൾ പ്രതിഭാഗം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അതിലൊന്നിൽ റിപ്പോർട്ട് ചെയ്തത് 5 മിനിറ്റ് കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കി എന്നാണ്,
മറ്റൊന്നിൽ പറയുന്നത് ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ്. എന്നാൽ മൊത്തം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നും ബാക്കി അടുത്ത ദിവസം തുടരും എന്നുമാണ് ഇതിൽ ഒരു മാധ്യമം പറയുന്നത്. തൊടുപുഴ ശാന്തിഗിരി കോളേജ് മുതൽ ഈ സ്വിഫ്റ്റ് ജംഗ്ഷൻ വഴിയുള്ള സ്ഥലത്ത് നിരവധി തവണ ദിലീപിനെയും കൊണ്ട് ഈ വാഹനം പോകുന്ന സമയത്ത് പലരുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൈജു പൗലോസ് പറയുന്നത് അങ്ങനെയില്ല, കാരണം ഇത് പോലീസ് വാഹനമാണ്, പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും എന്നാണ്. എന്നാൽ അങ്ങനെ പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റ് ആയിരുന്നില്ല ശാന്തിഗിരി കോളേജിൽ നിന്ന് ഈ തോപ്പുംപടി ജംഗ്ഷനിലേക്ക് ഈ വാഹനത്തിന് എന്ന് കാണിക്കുന്ന മറ്റ് വാർത്താ ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ ദൂരത്തുള്ള 2 സ്ഥലങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഈ മഹസർ തയ്യാറാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തുന്നത്. തന്നെയുമല്ല, ഈ ശാന്തിഗിരി കോളേജിലെ ആ മുറിയിലുള്ള ഓരോ വസ്തുവകകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഈ മഹസറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മഹസർ തയ്യാറാക്കുന്നത് 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയാകുന്ന നടപടിയേ അല്ല എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. കോടതി മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിന് സമ്മതിക്കേണ്ടി വന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട്. PW 261 ബൈജു പൗലോസ് വാസ് കൺസ്ട്രെയിൻ ടു അഡ്മിറ്റ്, അദ്ദേഹം അത് സമ്മതിക്കാൻ നിർബന്ധിതനായി ബിഫോർ ദ കോർട്ട്, കോടതിയുടെ മുന്നിൽ, ദാറ്റ് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി സ്റ്റേറ്റഡ് that the mahasar was prepared as pointed out by accused number 8 by sitting inside the vehicle. ഇനി ആ സാക്ഷികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ആ സാക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ സാക്ഷികളെ മാൻഡേറ്ററി ആയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നതും അതേ ദിവസം തന്നെയാണ്. പക്ഷേ ബൈജു പൗലോസ് അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ സീക്വൻസും ഓർഡറും ഉൾപ്പെടെ അദ്ദേഹം തൻ്റെ മഹസറിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ളത് അവിടെ തെളിയുകയും ചെയ്തു. That accused number 8 was not taken out of the vehicle. ദിലീപിനെ വാഹനത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ല എന്ന് ബൈജു പൗലോസ് അവിടെ ഏറ്റുപറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റെക്കോർഡിംഗ് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾസോ ലാക്ക് ക്രെഡിബിലിറ്റി. അതിൻ്റെ പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ സാക്ഷി മൊഴികൾക്കും ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയുമില്ല. കാരണം ഈ സാക്ഷികൾ പറയുന്നത് എന്താണ്? ദിലീപിനെ അവിടെ കൊണ്ടുപോയി ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം കാണിച്ചു കൊടുത്തു, അത് ബൈജു പൗലോസ് മഹസറിൽ എഴുതി എന്നുള്ളതാണ് ഈ സാക്ഷികളും സാക്ഷ്യം വഹിച്ച് ഒപ്പിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് ബൈജു പൗലോസ് തന്നെ കോടതിയിൽ പറയുന്ന സാഹചര്യത്തിൽ പിന്നീട് ആ സാക്ഷി മൊഴികൾക്ക് എന്ത് വിലയാണുള്ളത്? ഇനി CDRുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത അവിടെ ഉണ്ടാകേണ്ടതില്ല. കാരണം നവംബർ മാസം 13 സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് പൾസർ സുനി ക്യാമറ വാഹനം ഓടിച്ചിരുന്നു. ഇതിൽ തന്നെ 13-ാം തീയതിയാണ് ടെന്നീസ് ക്ലബ്ബിൽ ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇവർ വീണ്ടും ഗൂഢാലോചന നടത്തേണ്ടുന്നതിൻ്റെ കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചും ഇവിടെ കോടതി ചോദിക്കുന്നുണ്ട്. അതിനും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയും പറയാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഗൂഢാലോചന എപ്പിസോഡുമായി ബന്ധപ്പെട്ട് കോടതി അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻസ് മെയ്ഡ് ഹിയർ ഇൻ ബിഫോർ, ഇതുവരെ നമ്മൾ സംസാരിച്ചതുപോലെ, ഐ ഫൈൻഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഫെയിൽഡ് ടു പ്രൂവ് ദി അലജ്ഡ് കോൺസ്പിറസി. ഞാൻ കണ്ടെത്തുന്നത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം അത് തെളിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ കേസിലെ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്ന വീഡിയോകൾ പൂർണ്ണമായിട്ടും കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് എനിക്കുള്ള അവകാശമാണ്. ഇതിൽ ഒരാളിൻ്റെയും സ്വകാര്യതയെ നമ്മൾ ലംഘിക്കുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരെക്കുറിച്ച് ദോഷമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല. നമ്മളെല്ലാവരും അതിജീവിതയോടൊപ്പം തന്നെയാണ്, അവരുടെ പോരാട്ടത്തിനൊപ്പം തന്നെയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ അന്തസ്സിനും ഒപ്പം തന്നെയാണ്. പക്ഷേ തെളിവുകളുടെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതി തന്നെ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഇതിൻ്റെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പറഞ്ഞാൽ ആ പോലീസിൻ്റെ അന്വേഷണം തെറ്റാണ്, ആ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനു പകരം അന്വേഷണ സംഘത്തിനെ സംരക്ഷിക്കുകയും പ്രോസിക്യൂഷനെ സംരക്ഷിക്കുകയും ഒക്കെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റിയ വീഴ്ച എന്നുള്ള ഒരു പാഠം തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാവുകയുമില്ല. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത്ര മോശമായ രീതിയിൽ അന്വേഷണം നടത്തിയത്? എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വേണ്ട ഇടപെടലുകളൊക്കെ തന്നെ നടത്താതിരുന്നത്? ഒരു ക്രിമിനൽ കേസ് നടത്തുന്നതിൻ്റെ ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മഹസർ തയ്യാറാക്കുന്ന കാര്യം, അതിൻ്റെ ആക്യുറസി, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി, സാക്ഷികൾ വേണം എന്നുള്ള കാര്യം, സാക്ഷികളെ വിസ്തരിക്കാൻ കൊണ്ടുപോകണം എന്നുള്ള കാര്യം, ഇങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത്. അത് ചോദിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ടിവിസം എന്നത് ഇവരോടുള്ള വളരെ ലോജിക്കലായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങളായിട്ട് നടത്തുക. അതല്ലാതെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ
അതും കോടതിയുടെ ഉത്തരവിനെ വ്യാഖ്യാനിക്കുക എന്നുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഒരാളുടെയും പ്രൈവസിയെ ലംഘിക്കാതെ ഒരാൾക്കെതിരെയും ദുഷിച്ച് സംസാരിക്കാതെ അതിനെക്കുറിച്ച് മാത്രം പറയുന്ന സമയത്ത് എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നിട്ട് കാര്യമില്ല എന്ന് മാത്രമേ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഗൂഢാലോചന സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള റെവലേഷൻസ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളെല്ലാം തന്നെ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത്. അതിൽ ഒരു പക്ഷേ ശ്രീ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില തെളിവുകൾ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സത്യമേവ ജയതേ, സത്യം മാത്രം എന്നും ജയിക്കട്ടെ. ജയ് ഹിന്ദ്.